രാവിലെ എണ്ണീറ്റ് അങ്ങയുടെ മുഖത്തേക്ക് പ്രാർത്ഥനാ തുനിയായി പല വിഷയങ്ങളുമായിട്ട് കടന്നു വരുന്ന അനേക വിഷയങ്ങൾ കർത്താവ് മറുപടി തന്നു. കർത്താവിന് തരാൻ പോകുന്ന മറുപടിക്കായി സ്തോത്രം. ഈ രാവിലെ ദൈവത്തേക്ക് നോക്കുക കർത്താവ്. ലീഡിയാനുള്ള അടിയനെ ബലപ്പെടുത്തുന്ന എല്ലാവരെയും കൂട്ടി വരുത്തണേ. പ്രാർത്ഥിപ്പാൻ എല്ലാവരെയും ബലപ്പെടുത്തണേ. പാട്ട് പാടുന്ന സൗകര്യക്കായി പ്രാർത്ഥന കർത്താവ് ബലപ്പെടുത്തണേ. അതുപോലെ കർത്താവ് എല്ലാ ശുശ്രൂഷകളും ദൈവനാമം ഉയർത്തപ്പെടുവാൻ സഹായിക്കണേ. ലീഡിയാന്റെ പ്രത്യേകനെ ബലപ്പെടുത്തിക്കാട്ടെ. മാനവും മൊത്തം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ പാട്ട് പാടുന്ന ദുബൈയിൽ നിന്ന് നമ്മുടെ അമ്പിളി സിസ്റ്റർ സജി ഒരു പാട്ട് പാടി. ഇപ്പൊ നമുക്ക് അവര് ജോയിൻ ചെയ്തിട്ടുണ്ടോ ഇതിനകത്ത്? ഗാനങ്ങൾ ആലപിക്കുന്നത് പ്രോഗ്രാം നിന്ന് ബ്രദർ മനു തോമസ് ആണ്. ആദരപൂർവ്വം സ്നേഹത്തോടെ പ്രിയ മനു ക്ഷണിക്കുന്നു. ഇപ്പം നിങ്ങളുടെ മനു തോമസ് എല്ലാവരും പ്രാർത്ഥിച്ചാണല്ലോ. അമ്മോനാണ് ഇപ്പോൾ പാട്ട് പാടാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ പുത്രനാ യേശു ഭുജാതനാ, സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാ. ദൈവത്തിൻ പുത്രനാ യേശു ഭുജാതനാ, സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനാ ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാ. താൻ വാഴുകയാ ആകുലമില്ല നാളെയെന്ന് ഭീതിയില്ല. ഭാവിയല്ല തൻ കയ്യിലെന്നോർത്ത എത്ര ധന്യമേ ഈ ലോക ജീവിതം. താൻ വാഴുകയാ ആകുലമില്ല നാളെയെന്ന് ഭീതിയില്ല. ഭാവിയല്ല തൻ കയ്യിലെന്നോർത്ത എത്ര ധന്യമേ ഈ ലോക ജീവിതം. ആദി വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിൻപിലുണ്ട്. തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ. ആദി വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിൻപിലുണ്ട്. തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമാ ഒന്നും താതൻ ചെയ്യുകയില്ലല്ലോ. താൻ വാഴുകയാ ആകുലമില്ല നാളെയെന്ന് ഭീതിയില്ല. ഭാവിയല്ല തൻ കയ്യിലെന്നോർത്ത എത്ര ധന്യമേ ഈ ലോക ജീവിതം. താൻ വാഴുകയാ ആകുലമില്ല നാളെയെന്ന് ഭീതി ഇല്ല. ഭാവിയല്ല
എല്ലാം താൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോക ജീവിതം. പ്രൈസ് ലോർഡ്. പാസ്റ്റർ, ഒരു പാട്ടോടെ പാടാൻ സമയമുണ്ടോ? പാട്ട് പാടിക്കോ, ഒരു പാട്ടോട് പാടിക്കോ. ഒരു പാട്ടുകൂടെ പാടാം. ദയലവിച്ചോർന്നാം സ്തുതിച്ചിടുമോ അതിനു യോഗി ക്രിസ്തുവത്തെ. ദയലവിച്ചോർന്നാം സ്തുതിച്ചിടുമോ അതിനു യോഗി ക്രിസ്തുവത്തെ. അവനെ അവനെ നാം പുകഴ്ത്തിടാം. നിൻ തിരുമേനി അറുക്കപ്പെട്ടു നിൻ രുധിരത്തിൻ വിലയായി വാങ്ങിയതായി. നിൻ തിരുമേനി അറുക്കപ്പെട്ടു നിൻ രുധിരത്തിൻ വിലയായി വാങ്ങിയതായി. ഗോത്രങ്ങൾ ഭാഷകൾ വംശങ്ങൾ ജാതികൾ സർവവും ചേർത്തുകൊണ്ട്. ഗോത്രങ്ങൾ ഭാഷകൾ വംശങ്ങൾ ജാതികൾ സർവവും ചേർത്തുകൊണ്ട്. ദയലഭിച്ചോർന്ന സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. പാപത്തിനധീനതയിൽ നിന്നീ അടിയാരെ നീ വിടുവിച്ചു. പാപത്തിനധീനതയിൽ നിന്നീ അടിയാരെ നീ വിടുവിച്ചു. അത്ഭുതമാർന്നൊളിയും പ്രിയനോടെ രാജ്യത്തിലാക്കിയതാൽ. അത്ഭുതമാർന്നൊളിയും പ്രിയനോടെ രാജ്യത്തിലാക്കിയതായി. ദയലഭിച്ചോർന്നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. ദൈവകുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. ദൈവകുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. സ്തുതിച്ചിടം വെള്ളത്തിനിരച്ചിൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. സ്തുതിച്ചിടം വെള്ളത്തിനിരച്ചിൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. ദയലഭിച്ചോർന്ന സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. യേശുതൻ വേഗം വരുന്നതിനാൽ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം. യേശുതൻ വേഗം വരുന്നതിനാൽ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം. നമ്മെ സ്നേഹിച്ച യേശുവേ ആനന്ദനാളതിലേ. ആനന്ദനാളതിലേ. ദയലഭിച്ചോർന്ന സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമഗീതങ്ങളാലെ
അവനെ നാം പുകഴ്ത്തിയിടാം മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ലോർഡ്. അനുഗിതമായ ഗാനങ്ങൾ പാടുവാൻ കർത്താവ് പ്രിയ സഹോദരനെ ബലപ്പെടുത്തി. കൂടെ പാടിയത് അമ്മയും മോനും അല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ച മനു തോമസ്. സാരമില്ല, ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും പാട്ട് പാടുവാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. ഇപ്പോൾ പ്രെയർ ലീഡ് ചെയ്യാനായിട്ട് നമ്മുടെ പ്രിയ സഹോദരി നമ്മൾ ജൈനി സിസ്റ്റർ നമ്മുടെ പ്രാർത്ഥന ലീഡ് ചെയ്യും. എല്ലാ വിഷയങ്ങളും ഓർത്തുകൊണ്ട് പ്രെയർ ഇൻട്രസ്റ്റ് മറിയാമ്മ ജോൺസൺ പ്രെയർ ലീഡ് ചെയ്യുന്നതായിരിക്കും. പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. മറിയാമ്മ ജോൺസൺ ആണോ ഞാനാണോ? ജൈനിസ് വേഗത്തിൽ വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണമേ എന്ന് പ്രാരംഭമായി ദൈവസന്നിധിയിൽ ഓർപ്പിക്കുന്നു. ദൈവവചനത്തിൽ ഒരു വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ച് അനേക കാര്യങ്ങൾ നമുക്കറിയാമെങ്കിലും ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാം വാക്യം മുതൽ ചില കാര്യങ്ങൾ അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് അവനൊരു ഉപമ അവരോട് പറഞ്ഞു. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്തൊരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറേ കാലത്തേക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല, എങ്കിലും വിധവ എന്നെ അസഖ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പീൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾ മടുത്തു പോകാതെ ദിവസരെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ച് മടുത്തുപോയ വിഷയങ്ങളുണ്ട്. ഇനി ഈ വിഷയത്തിന് മറുപടി ലഭിക്കുമോ? ഇനി ഇതിന് ഞാൻ പ്രാർത്ഥിക്കണമോ? ഈ വിഷയത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണമോ കർത്താവേ എന്നുപോലും ചോദിച്ച് മനസ്സ് മടുത്തുപോയ വിഷയങ്ങളുമായി ആരെങ്കിലും രാവിലെ പ്രയർ ലൈനിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക, ആമേ സ്തോത്രം സ്തോത്രം. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ അവൻ ദീർഘക്ഷമയുള്ള ദൈവമാണ്, ദീർഘക്ഷമയുള്ള ദൈവം. അവൻ വേഗത്തിൽ നമ്മുടെ വിഷയത്തിന്മേൽ അവൻ പ്രതിക്രിയ നടത്തും. ആമേൻ. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ വിഷയങ്ങളുടെ മേൽ പ്രതിക്രിയ നടത്തി അവൻ നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രാരംഭമായി നമ്മുടെ കർത്താവിൻ്റെ ദാസൻ മെൻസുബാസിയെ കുടുംബമായി നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ ശുശ്രൂഷയെ ദൈവം മാനിക്കട്ടെ. ആൻ്റിയെ കർത്താവ് ഓരോ ദിവസവും ബലത്തോടെ ദൈവം നടത്തട്ടെ. കുഞ്ഞുങ്ങളെ രണ്ടുപേരെ നമുക്ക് ഓർക്കാം. കുഞ്ഞുങ്ങളുടെ ബോർഡ് എക്സാം ഒക്കെ നടക്കുന്നു. ആമേ വേഗത്തിൽ ആമേ സ്തോത്രം. കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ അവർക്കൊരു നല്ല ഭാവി ദൈവം ഒരുക്കണം. അതുപോലെ തന്നെ നമ്മുടെ വെർച്വൽ കൺവെൻഷൻ്റെ ദിവസങ്ങളും നമ്മുടെ മുൻപിൽ ഏറ്റവും അടുത്തിരിക്കുന്നു. ഇതുപോലെ നെറ്റ് പ്രോബ്ലങ്ങളോ മറ്റു വിഷയങ്ങളോ ഒന്നും ഉണ്ടാകാതെ നൂറുകണക്കിന് ആളുകൾ അത് ലൈവായി കേൾക്കുവാൻ, അനേകർക്ക് മാനസാന്തരത്തിനും രക്ഷയ്ക്കും കാരണമായി തീരുവാനൊക്കെ ദൈവം സഹായിക്കേണ്ടതിന് നമ്മുടെ പ്രാർത്ഥന ധ്വനി എന്ന ഈ കൂട്ടായ്മയും വഹിച്ചുകൊണ്ട് ഒരാൾക്ക് വേഗത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹവും മനോഹരമേറിയ നല്ലൊരു പ്രഭാതത്തിനായി ഞങ്ങൾ അപ്പനെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നപ്പ കർത്താവെ. അങ്ങയുടെ പൊന്നുപാദപീഠത്തിലേക്ക് അങ്ങയുടെ അഭിഷിക്തദാസി പറയപ്പെട്ട വിഷയങ്ങളുമായ കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രത്തോട് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. ഞങ്ങളുടെ പ്രാർത്ഥന ധ്വനി എന്ന പ്രസ്ഥാനത്തെ അപ്പ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നത് അനേക രാജ്യങ്ങളിൽ പിന്നെയും പടർന്ന് പന്തലിക്കുവാൻ അനേകർക്ക് ഇതൊരു ആശ്വാസവും തണലുമായി
തീരുവാൻ സ്വർഗമേ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇത് നടക്കുന്ന 15 രാജ്യങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുവാൻ സഹായിക്കണം. അവിടുത്തെ എല്ലാ ഹല്ലേലൂയ ദൈവദാസന്മാരെ അവിടെ നിന്ന് ബലപ്പെടുത്തിക്കൊള്ളണ ശക്തിയായിരിക്കണം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അങ്ങയുടെ അഭിഷിക്ത ദാസൻ ബെൻസപാസ്റ്റർക്കായി കുടുംബത്തിനായി സ്തോത്രം. എന്റെ ദാസനോട് കരുണ കാണിക്കണം, മനസ്സലിയണം. ഓരോ ആവശ്യത്തിന്മേലും ദൈവത്തിന്റെ വലിയ കരം വെളിപ്പെടണം. അപ്പച്ച ശരീരത്തിന് വേണ്ടുന്ന സുഖവും ബലം ആരോഗ്യം കൊടുക്കണമായിരിക്കുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേല തീഷ്ണതയോടെ ചെയ്യുവാൻ പരിശുദ്ധരെ അവിടെ നിന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പന്റെ ബലമുള്ള കരത്തിൽ സംരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ദാസിക്കായി സ്തോത്രം. അങ്ങയുടെ മകളെ ദൈവം സഹായിക്കണം. കാലുകൾക്ക് പൂർണ്ണമായ ആരോഗ്യവും ബലവും ശക്തി എന്റെ അപ്പച്ചൻ പകർന്നു കൊടുക്കണം കർത്താവെ. അനേകർക്ക് വേണ്ടി കണ്ണുനീരോടെ ഇടവിൽ നിൽക്കുന്ന അങ്ങയുടെ മകളെ ദൈവം ബലപ്പെടുത്തണം അപ്പ, കരുതുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നപ്പച്ച. നന്ദിയോടെ സ്തോത്രം. ദാനമായി കൊടുത്ത 2 മക്കൾക്കായി സ്തോത്രം. അവർ 2 പേരെയും ദൈവം അനുഗ്രഹിക്കണം അപ്പച്ച. അവർക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പച്ച. നന്നായിട്ട് പരീക്ഷ എഴുതുവാൻ കുഞ്ഞുങ്ങളെ 2 പേരെയും സഹായിക്കണം. നല്ല വിജയം കൊടുക്കണം കർത്താവേ. യേശുപ്പ അങ്ങയുടെ മക്കളാണപ്പ. അങ്ങയുടെ കരം പിടിച്ച് 2 കുഞ്ഞുങ്ങളെ നടത്തുമാറാകണമേ. ശത്രു ദൃഷ്ടി വയ്ക്കുവാൻ അനുവദിക്കല്ലേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വളരെ തോറും ദൈവകൃപയിൽ അവർ ജീവിപ്പാൻ ദൈവം സഹായിക്കണപ്പ. ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണേ. ഒരു ശത്രുവും പൈതങ്ങളുടെ മേൽ തൊടുവാനോ ദൃഷ്ടി വയ്ക്കാനോ അനുവദിക്കല്ലപ്പ. 4 പേരെ യേശുപ്പച്ചന്റെ രക്തത്താല മുദ്ര വയ്ക്കുന്ന മാതാപിതാക്കളായിരിക്കുന്നിടത്ത് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണേ അപ്പ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ വെർച്വൽ കൺവെൻഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന് അടുത്ത ദിവസങ്ങളിലാണല്ലോപ്പ. എന്റെ ദൈവത്തിന്റെ കര വിഷയത്തിന്മേൽ വെളിപ്പെടണം. പ്രത്യേക കർത്താവേ, നെറ്റ് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകല്ലേ അപ്പ. ഞങ്ങൾക്ക് അതിൽ സന്തോഷത്തോടെ പങ്കെടുക്കുവാൻ, ലോക രാജ്യങ്ങളിൽ ഇരുന്ന് പങ്കെടുക്കുവാൻ ദൈവമേ വചന ശുശ്രൂഷിക്കുന്ന അഭിഷിക്ത ദാസന്മാർക്ക് യാതൊരുവിധ പ്രതികൂലങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ ശുശ്രൂഷിപ്പാൻ ദൈവം സഹായിക്കണം. അനേക മനുഷ്യർക്ക് ഇതൊരു അനുഗ്രഹമായി ഞങ്ങളുടെ കൺവെൻഷൻ തീരുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച. ഹല്ലേലൂയ. പാപികൾ മനസ്സാന്തരപ്പെടുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ കർത്താവെ, കണ്ണുനീരോടെ ഇരിക്കുന്നവർക്ക് ആശ്വാസമായി തീരുവാൻ ഞങ്ങളുടെ കൺവെൻഷനെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പച്ച ഇന്ന് പൽക്കാലം പ്രയർ ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ അഭിഷിക്ത ദാസിയെ ദൈവം ബലപ്പെടുത്തേണ്ട ശക്തിയായിരിക്കുന്നു. കൃപയിൽ മറയ്ക്കണം അപ്പച്ച കർത്താവെ. ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണം. കടന്നു വന്നവരോട് കൂടെ ഇരിക്കണം. കർത്താവിന്റെ കരം പ്രവർത്തിക്കണം. ഞങ്ങളുടെ പ്രസ്ഥാനത്തെ ദൈവം അനുഗ്രഹിക്കണം യേശുവേ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ജീവൻ വെച്ച പൊന്നേശപ്പച്ചന്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരണം സ്വർഗീയ നല്ല കർത്താവേ. ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം. കർത്താവ് പ്രാർത്ഥന കേട്ട് കർത്താവിന്റെ ദാസനെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്നതിന്, നമ്മുടെ കൺവെൻഷൻ വിജയകരമാക്കി തീർക്കുന്നതിന് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പ്രാർത്ഥിച്ചാൽ മറിയാമേന്റെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമ്മുടെ സമയം, നമുക്ക് ഇന്ന് ഒത്തിരി വിഷയങ്ങളൊന്നും ഷെയർ ചെയ്യാനുള്ള സമയം നമ്മുടെ മുൻപിലില്ല. അതിവേഗം സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി യാചരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ വിശുദ്ധന്മാരെ നമുക്ക് ഓർക്കാം. നമ്മുടെ ദൈവദാസന്മാർ നൈജീരിയയിലൊക്കെ അനേക ദൈവമക്കള് ഒരു കാരണവും കൂടാതെ കൊല്ലപ്പെടുകയാ. കഴുത്തറുത്തും ജീവനോടെ കുഴിച്ചു മൂടിയും വെടിവെച്ചും എങ്ങനെയെല്ലാം അവരെ ഭൂമുഖത്തുനിന്ന് തുടച്ചു മാറ്റാമോ ആ നിലവാരത്തിൽ പൈശാചികൻ താണ്ഡവമാടുന്നൊരു രാജ്യമായി നൈജീരിയ നിലകൊള്ളുമ്പോൾ നമുക്ക് ആ രാജ്യത്തെ ഓർക്കാം. അവിടെ ദൈവത്തിന്റെ ഇടപെടൽ, വേഗത്തിൽ ഒരു ദൈവപ്രവൃത്തി, വേഗത്തിൽ ദൈവം തന്റെ പ്രതിക്രിയ നടത്തി ആ ദേശത്തെ രക്ഷിക്കേണ്ടതിന് നമുക്ക് ആ നൈജീരിയ ഓർത്ത് പ്രാർത്ഥിക്കാം. ജയിലറകളിൽ കഴിയുന്ന നമ്മുടെ അഭിഷിക്ത ദാസന്മാരെ നമുക്ക് ഓർക്കാം. ആമേ. ഹിയറിംഗ് കാത്തിരിക്കും നമ്മുടെ ദേവദാസന്മാർക്ക് എത്രയും പെട്ടെന്നൊരു മോചനം ദൈവം കൽപ്പിക്കണം. ജയിലറയിൽ നിന്ന് അവർ വിടുവിക്കപ്പെടേണ്ടത് നമ്മുടെയും കൂടി ആവശ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും പേര് പറയുവാനൊന്നും നമുക്ക് സാധ്യമല്ല, എങ്കിലും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ജയിലറയിൽ കഴിയുന്ന ദേവദാസന്മാർക്ക് നൈജീരിയയിലെ ദൈവദാസന്മാർ ദൈവസഭയെ നമുക്ക് ഓർക്കാം. അങ്ങനെ നോർത്ത് ഇന്ത്യയിലെ എല്ലാ വേലക്കാരെയും ഓർത്ത് ഒരാൾക്ക് വേഗത്തിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. രാവിലെ സമയം ദൈവസേനയിൽ ആൽപ്പാന്തക്കൊണ്ട് ഞങ്ങൾക്ക് ജീവൻ നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന തണ്ണിൽ കർത്താവെ, പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ആൽപ്പാൻ കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നപ്പ ജീവനുള്ള ദേഹികളായി എന്റെ മക്കളാവുന്ന ഞങ്ങളെ കർത്താവെ നീ കൂട്ടിവരുത്തിയല്ലോ അപ്പ. അനേക വിഷയങ്ങൾ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ സഹോദരങ്ങൾ കൊടുക്കുന്ന എല്ലാ ഉത്സാഹങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. അദ്ദേഹം ഞങ്ങളുടെ പ്രാർത്ഥന തിരിയപ്പന്റെ കരങ്ങളിലേക്ക് പരമിരിപ്പിക്കുന്നതോടൊപ്പം കർത്താവെ വിവിധ മേഖലകളിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാല്
നൈജീരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈ കാലഘട്ടങ്ങളിൽ അവിടെ നടക്കുന്ന സുവിശേഷ വിരോധികളാൽ കർത്താവെ വളരെ പീഡകള്, വളരെ മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് അറിയുവാൻ ഇടയാവുന്നുണ്ട് കർത്താവെ. നീ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല കർത്താവ്. നിന്റെ മക്കളുടെ ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്ന ലാഭവും എന്ന് പൗലോസ് പറഞ്ഞ പോലെ ഈ കാലഘട്ടങ്ങളിൽ കർത്താവിന് വേണ്ടി മരിക്കുന്ന അനേകരെ കാണുവാൻ കഴിയുന്നില്ല കർത്താവെ. നീ അവരെല്ലാം സഹായിക്കണമേ. ആ ദേശത്ത് കർത്താവ് നൈജീരിയ എന്ന പ്രദേശത്തെ, ആ രാജ്യത്തെ സ്വർഗത്തിന്റെ ദൈവം സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഫലമേൽപ്പിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ വടക്കേന്ത്യയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ജയിലറകളില് കർത്താവെ ജാമ്യം ലഭിക്കേണ്ടതിന് വേണ്ടി അപേക്ഷ കൊടുത്ത് കാത്തുകിടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന് ദൈവമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ വലിയ അഭിഷേകം കർത്താവ് കൊടുത്ത് ആ ജയിലറകളില് അപ്പോസ്തലന്മാരാക്കി കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ നടക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ കാലഘട്ടങ്ങളിൽ പീഡയിലൂടെ കടന്നു പോകുന്ന അനേക രാജ്യങ്ങളിലെ കർത്താവ് ദൈവമക്കൾക്ക് പീഡകളുണ്ടല്ലോ, അവിടെ എല്ലാ കർത്താവിന്റെ സ്നേഹം ഇറങ്ങി ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധ ജനത്തിന് വേണ്ടി കർത്താവെ, ഞങ്ങളുടെ സാക്ഷി നിമിത്തം, ദൈവവചന നിമിത്തം കഷ്ടതയിലൂടെ കടന്നു പോകുന്ന സകല ജനത്തെയും അപ്പന്റെ കരങ്ങളിലേക്ക് വരമേൽപ്പിക്കുന്ന കർത്താവെ. എന്റെ മക്കളാവുന്ന ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ അല്ലാതെ ഒന്നിനും കഴിയുകയില്ലല്ലോ അപ്പ. നീ ഓർക്കുന്ന ദൈവമായിരിക്കാൻ, നീ ഞങ്ങളുടെ അപേക്ഷ അറിയുന്ന ദൈവമായിരിക്കാതെ, ഞങ്ങളുടെ അപേക്ഷകൾ ശ്രദ്ധിക്കുന്ന ദൈവമായിരിക്കാതെ, ഞങ്ങളുടെ കർത്താവെ പ്രാർത്ഥനകൾ നീ എഴുതി വെക്കുന്ന ദൈവമായിരിക്കാതെ, സ്വർഗത്തിലെ ദൈവം നീ അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഈ സമയത്ത് ലോകത്തിന്റെ വിവിധ മേഖലകളിലെ കഷ്ടതയിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവജനത്തിനു വേണ്ടി ഞങ്ങൾ കർത്താവ് ഈ രാവിലെ സമയം പ്രാർത്ഥന ധ്വനിയിലൂടെ കർത്താവെ പ്രാർത്ഥിക്കുന്നപ്പ. നിന്റെ മക്കളാവുന്ന ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ആ വിഷയത്തപ്പന്റെ കരങ്ങളിലേക്ക് വരമേൽപ്പിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കട്ടെ അനേക സ്ഥലങ്ങളിൽ, നൈജീരിയയിലെല്ലാം അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലവും അപ്പന്റെ കരങ്ങളിലേക്ക് വരമേൽപ്പിക്കുന്നു. ഇന്ന് അനേക വിഷയങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ കൊടുത്താട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ല, ദൈവനാമ മഹത്വത്തിനായി ഒരുക്കാട്ടെ. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ട് നമ്മുടെ അഭിഷിക്ത ദാസന്മാരെ അവിടെ ഇടങ്ങളായി കർത്താവ് സൂക്ഷിക്കുന്നതിനും കർത്താവരെ വിടുവിക്കുന്നതിനുമായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. അവന്റെ ദാസനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കേരളക്കരയിലുള്ള എല്ലാ സുവിശേഷ വേലയും നമുക്ക് ഓർക്കാം. കർത്തൃദാസന്മാരെ ഓർക്കാം. ഈ ദിവസങ്ങളിൽ നക്ഷത്രങ്ങൾ പോലെ ശോഭിക്കുന്ന പലരെയും കാണുന്നില്ല. ശുദ്ധർ കൂട്ടത്തിലെന്ന് പാട്ടുകാരൻ പാടുന്നത് പോലെ കർത്താവിന് വേണ്ടി ജ്വലിച്ച് പ്രകാശിച്ച ദേവദാസന്മാരൊക്കെ പൊടുന്നനവേ പാപത്തിൽ വീണു പോകുന്ന അനുഭവങ്ങൾ. വചനം പറയുന്നു, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ, ആമേൻ, ഹല്ലേലൂയ, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. നമ്മൾ ആരും നിൽക്കുന്നതല്ല, സ്വർഗത്തിലെ ദൈവം നമ്മെ നിർത്തുന്നതാ. അവന്റെ കൃപയിൽ അവൻ നമ്മെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അധികം ഭയത്തോടെ ഘനത്തോടെ കർത്താവിന്റെ വേല ചെയ്ത് വിശുദ്ധിയെ തികയ്ക്കുവാൻ ദൈവം നമ്മെ സഹായിക്കണം. നമ്മുടെ ദേവദാസന്മാരെ നമുക്ക് വീണ്ടും ഓർക്കാം. കേരളത്തിലെ എല്ലാ വിശുദ്ധദാസന്മാരെയും ലോകവ്യാപകമായി നടക്കുന്ന സുവിശേഷത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരാത്മീയ ഉണർവ് നമ്മുടെ സഭകളിൽ ഉണ്ടാകണം. നമ്മുടെ യൗവനക്കാരിൽ ഒരാത്മീയ ഉണർവ് ഉണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ. അന്ധകാര ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ തലമുറ ഉണരുവാൻ ശക്തിയെ ധരിക്കേണ്ടതിന് നമ്മുടെ തലമുറയെ കൂടി ഈ സമയം നമുക്ക് ഓർക്കാം. കർത്തൃദാസന്മാരെ, കർത്താവിൻ്റെ വേലയെ, ദൈവസഭയിൽ ഒരു ഉണർവ് നമ്മുടെ തലമുറയിൽ ആത്മീയ പകർച്ചയുണ്ടാകേണ്ടതിന് ഈ വിഷയത്തെ ഓർത്ത് ഒരാൾക്ക് പ്രാർത്ഥിക്കാം. സർവശക്തമാൻ പരമേശ്വര ദൈവമേ, സ്വർഗപിതാവേ, നല്ല ആമേൻ, ഹല്ലേലൂയ, രാവിലെ സമയത്തിനായി സ്തോത്രം പറയുന്നു. സർവശക്തനായ ദൈവമേ, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവേ, ദൈവം നൽകി തന്ന ഈ സൗഭാഗ്യത്തിനായി സ്തോത്രം പറയുന്നു. കർത്താവേ ദൈവമേ, അനേക അമേൻ നക്ഷത്രം പോലെ ശോഭിക്കുന്ന അമേൻ ഒരു സമയം ശോഭിച്ചുകൊണ്ടിരുന്ന ദേവദാസന്മാരെ, ദേവദാസികൾ, കർത്താവേ ആമേൻ, ഹല്ലേലൂയ, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കർത്താവേ ഹല്ലേലൂയ പിശാചിന്റെ വലയപ്പെട്ട് ആമേൻ ഹല്ലേലൂയ വീണുപോയ ഒരു ഹല്ലേലൂയ ആമേൻ അവസ്ഥകൾ കർത്താവേ ആമേൻ ലോകത്തിൽ കാണുന്നല്ലോ ദൈവമേ. ഞങ്ങൾ ഹല്ലേലൂയ നിൽക്കുന്നത് കർത്താവേ ദൈവം അങ്ങയുടെ മഹാകൃപയാണ്, അങ്ങയുടെ കരുണയാണ് കർത്താവേ. ഞങ്ങൾ നിൽക്കുന്നതല്ല കർത്താവേ, എങ്ങനെ ഞങ്ങൾ നിർത്തുന്നതാണല്ലോ കർത്താവേ. ഞങ്ങളുടെ മഹാകൃപയ്ക്കായി സ്തോത്രം പറയുന്ന കർത്താവേ, ലോകമെമ്പാടും കർത്താവേ പിശാച് പല രീതിയിലുള്ള പദ്ധതികളിട്ട്, പല ദുഷ്ട ചിന്തകളാൽ, പല അല്ലെ പ്രലോഭനങ്ങളാൽ, പല അല്ലെ സ്ഥാന മോഹങ്ങളാൽ കർത്താവേ ഹല്ലേലൂയ
ആമേൻ. ഹല്ലേലൂയ. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന പോലെ ശാരീരിക അഭിലാഷ, ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആഖോക്കി അഭിലാഷ, ആമേൻ. പ്രൈസ് ദ ലോർഡ്. ആ രീതിയിലുള്ള കർത്താവേ, ആമേൻ. ഹല്ലേലൂയ. തന്ത്രങ്ങള്, ഹല്ലേലൂയ. ദുഷ്ടനായ സാത്താന്, ഹല്ലേലൂയ, ഹല്ലേലൂയ, തന്റെ അഭിഷക്തന്റെ നേരെ, ആമേൻ, മെനഞ്ഞ്, ഹല്ലേലൂയ, അങ്ങനെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് അനേകരെ വീഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒരു മടങ്ങി വരവിന് വേണ്ടി ദൈവമേ, ഹല്ലേലൂയ, സർവശക്തനായ ദൈവമേ, ഹല്ലേലൂയ, ഞങ്ങളുടെ രക്തം കൊണ്ട് കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളുടെ അഭിഷക്തന്മാരെ, ഞങ്ങളുടെ ഹല്ലേലൂയ ദേവദാസന്മാരെ കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ. സർവശക്തനായ ദൈവമേ, ഹല്ലേലൂയ, അനേക, ആമേൻ, പ്രൈസ് ശുശ്രൂഷ മേഖലയിൽ കർത്താവേ, ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ, ആമേൻ, കരുതലും ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദുഷ്ടനായ സാത്താന്റെ ഒരു പദ്ധതി പ്രബലപ്പെടുവാൻ അങ്ങ് അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ, ഹല്ലേലൂയ, അങ്ങടെ ഹല്ലേലൂയ രണ്ടാം വരവിലെ കർത്താവേ, ആമേൻ, എടുക്കപ്പെടുവാൻ കർത്താവേ, ഹല്ലേലൂയ, അനേകരെ കർത്താവെ അങ്ങയുടെ രാജ്യത്തിൽ ചേർക്കുവാനും കർത്താവെ, ഹല്ലേലൂയ, അങ്ങയുടെ അഭിഷക്തന്മാരെ, അങ്ങയുടെ ദൈവദാസന്മാരെയൊക്കെ യൂസ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, അങ്ങേക്ക് അസാധ്യമായ ഒന്നുമില്ല. ദൈവത്തിന്റെ കൃപയും കരുതലും ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനയായി സ്തോത്രം, 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 യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. ആമേൻ, 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 ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ട നമ്മുടെ ദേവദാസന്മാർ, നമ്മുടെ തലമുറകളെല്ലാം കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിച്ച കഥാന്റെ ദാസൻ ഡിസൻ പാസ്റ്റർ കഥ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗികളായി ഭാരപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. ക്യാൻസർ രോഗത്താൽ കിടന്ന കഷ്ടത അനുഭവിക്കുന്ന, ആമേൻ, പാപം അർബുദ രോഗം പോലെ കാർന്ന് തിന്നുന്നെന്ന് പറയുന്നത് പോലെ കാർന്ന് തിന്നുക. ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തെയും ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുന്ന അത് ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായൊരു വിടുതൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കണം. നമ്മുടെ ഒത്തിരി കുഞ്ഞുങ്ങൾ ക്യാൻസറിന് അടിമകളായി തീരുന്നു. നമ്മുടെ യൗവനക്കാർ, അനേക മാതാപിതാക്കളൊക്കെ ഈ രോഗത്താൽ വല്ലാതെ വലയുന്നുണ്ട്. കർത്താവ് ഈ വിഷയത്തിന്മേൽ ഒരിടപെടൽ ദൈവം നടത്തണം. നമ്മുടെ രോഗികളെ സൗഖ്യമാക്കണം. വളരെ ശാരീരിക പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. അവരിൽ ദൈവത്തിൻ്റെ വിടുതൽ, നമ്മുടെ ഷൈല സിസ്റ്റർക്ക് എത്രയും വേഗത്തിൽ ഒരു വിടുതൽ ദൈവം കൊടുക്കണം. നമ്മുടെ ഓമന ആൻറ്റി കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞായിരിക്കുന്ന വളരെ വേദനയോടെ പ്രിയപ്പെട്ടവളായിരിക്കുന്നല്ലോ. പൂർണ്ണമായ സൗഖ്യം കണ്ണിന് കൊടുത്ത കെട്ടഴിക്കുമ്പോൾ നന്നായി കാണുവാൻ, വ്യക്തമായി കാണുവാൻ ദൈവം സഹായിക്കേണ്ടതിന് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കാം. അതുപോലെ പ്രത്യേകിച്ച് ആമൻ ഇന്ന് ഈ രാവിലെ ആമൻ ശാരീരികമായി സൗഖ്യമില്ലാതെ ആരെങ്കിലും നമ്മുടെ പ്രാർത്ഥനാ ലൈനിലുണ്ടെങ്കിൽ കർത്താവരെ സൗഖ്യമാക്കണം. വിദേശത്ത് കുഞ്ഞുങ്ങൾ രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ ഉണ്ട്. അവരെയൊക്കെ അതിവേഗം ഓടുന്ന വചനം അയച്ച് കർത്താവ് സൗഖ്യമാക്കേണ്ടതിന് നമ്മുടെ എല്ലാ രോഗികളെയും വഹിച്ച ഒരാൾക്ക് വേഗത്തിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവെ, ഈ നല്ല രാവിലെ ഞങ്ങളെ ഏൽപ്പിക്കുന്ന ദൈവത്തിന്റെ കൃപ തുറച്ചാട്ട് ശക്തീകരിക്കണമേ. കർത്താവിന്റെ മഹത്വം വെളിപ്പെടുന്ന അത്ഭുതസ്നേഹന പ്രിയ കർത്താവിന്റെ ദാസി പറയപ്പെട്ട കർത്താവെ, മാരകമായ രോഗം കർത്താവ് ചെറു കുഞ്ഞു മുതൽ കർത്താവെ പ്രായമുള്ളവരെ കർത്താവ് വിവിധ നിലകളിൽ ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, കർത്താവേ, ഹല്ലേലൂയ. ഓ രോഗാത്മാവ് വ്യാപിച്ചു നിൽക്കുന്ന കർത്താവെ, മാരകമായ ഈ ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തെ കർത്താവിന്റെ നിലയിൽ തുടച്ചു മാറ്റേണ്ടതിന് അപ്പാ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അപ്പാ യേശുവിന്റെ നാമത്തിൽ കർത്താവ് ദൈവമേ, ഈ രോഗത്താൽ ഭാരപ്പെടുന്ന നിരവധി അനവധി പേര് താവേ ഞങ്ങളുടെ ക്രൈസ്തവ മേഖലയിൽ തന്നെ ഉണ്ടല്ലോ കർത്താവ് ദൈവമേ. ഓ അന്ന് സൗഖ്യമാക്കുന്ന യഹോവ, എന്റെ അടിപ്പിടാൻ രോഗസൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ സകല രോഗത്തെ സൗഖ്യമാക്കുന്നു, ഞാൻ എന്റെ വചനമയച്ച രോഗികളെ സൗഖ്യമാക്കുന്നു എന്ന് തിരുവെടുത്തെഴുതുമ്പോ ദൈവമേ, ഈ ദിവസങ്ങളിൽ കർത്താവ് ഈ രോഗത്താൽ ഭാരപ്പെടുന്ന കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവ് വിടുവിപ്പാനിടയാക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഓ ബ്ലഡ് ക്യാൻസർ, ബ്ലോൺ ക്യാൻസർ കർത്താവ്, ഓ കർത്താവ്, അതുപോലെ തന്നെ കർത്താവ് സ്തോത്ര ഹല്ലേലൂയ കർത്താവേ, വിവിധ നിലകളിൽ വ്യാപരിക്കുന്ന രോഗാത്മാവിനെ ഞങ്ങൾ അതിനെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് വൽക്കാലം നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്ന പതിവ് അത്ഭുതം സഹായിക്കണമേ കർത്താവ്. പ്രതിയാൽ കർത്താവ് കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ പ്രിയ ഓമന ആന്റിക്കായി പ്രാർത്ഥിക്കുന്ന ദാസിയെ ബലപ്പെടുത്തണമേ. അതുപോലെ തന്നെ കർത്താവ് രോഗികളെ കർത്താവ് ഞങ്ങളുടെ ഗ്രൂപ്പിനകത്തെ ഹല്ലേലൂയ ഭാരപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികളാൽ ഇന്ന് കർത്താവ് ഈ രാവിലെ ആയിരിക്കുന്നെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു സകല രോഗത്തെ സൗഖ്യമാക്കുന്ന യഹോവ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവരുടെ കർത്താവ് രോഗ കിടക്ക മാറ്റി
വിരിച്ച് അവർ കർത്താവ് വേഗത്തിൽ എഴുന്നേൽക്കുവാൻ, സൗഖ്യത്തോടെ എഴുന്നേൽപ്പാൻ, ആരോഗ്യത്തോടെ എഴുന്നേൽപ്പാൻ സ്വർഗ്ഗം സഹായിക്കുന്നവരെ വെച്ച് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം ചെയ്താട്ട് സകലരെയും വിവരങ്ങൾ സമർപ്പിക്കുന്നു കർത്താവ്. പ്രത്യേക കേരളത്തിൽ കർത്താവ് കാലവർഷം ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന വളരെ കർത്താവ് പ്രതീക്ഷത്തോടെ പോകുമ്പോൾ കർത്താവ് രോഗത്തിന് കൂടുതൽ സാധ്യതയുണ്ട്. കർത്താവ് ഞങ്ങളെല്ലാം അവിടുത്തെ ചിറകിൽ മറയ്ക്കാനിടയാകും. സകല ബുദ്ധിയുടെ ദൈവത്തിന്റെ സമാധാനത്തെ നിറയ്ക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. 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 കർത്താവ് പ്രാർത്ഥന കേട്ട് നമ്മുടെ രോഗികളെ സൗഖ്യമാക്കുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. റജപാസ്റ്റെ കഥ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാനിങ്ങനെ ഈ സൂപ്പർ ഫാസ്റ്റ് പോലെ പോകുന്നത്, സമയം അതിവേഗം പോകുന്നു. 5 മിനിറ്റും കൊണ്ട് നമുക്ക് പ്രാർത്ഥന വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. ദൈവത്തിന് സ്തോത്രം. ബാക്കി സമയങ്ങൾ ദൈവവചന കേൾവിക്കായിട്ട് നമുക്ക് സമയം വേർതിരിക്കണമല്ലോ. ഇനിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വിഷയം കൂടെ വേഗത്തിൽ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും വിഷയം പ്രാർത്ഥനയ്ക്ക് പറയുവാനുണ്ടെങ്കിൽ ദൈവമക്കൾ വേഗത്തിൽ പറയണമേ. നമ്മുടെ ലോക സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഇസ്രായേലിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പീനെന്ന് വചനം നമ്മളോട് പറയുന്നു. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ലോകരാജ്യങ്ങളെ മുഴുവൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ നമുക്ക് ഓർക്കാം. ഈ രാജ്യങ്ങളെ മുഴുവനായി വഹിച്ചുകൊണ്ട് വേഗത്തിൽ ഒരാൾക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ ദൈവമേ, സ്വർഗസ്വപിതാവേ, സമയത്രാട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. പ്രഭാതകാലത്ത് പശന്റെ പാതവിടത്തിലായിരിക്കും എന്തൊക്കെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ കൂട്ടിവരുത്തിനാട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇവിടെ പറയപ്പെട്ട വിഷയത്തിന് വേണ്ടി പ്രതിയാൽ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തോത്രം. ലോക സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. അങ്ങയുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന കാലമാണെന്ന് ഞങ്ങൾ അറിയുന്നുണ്ട് കർത്താവേ, സ്തോത്രം. ഞങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചും ജാഗരിച്ചും നിന്റെ വരവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പം എന്തൊക്കെ സ്വർഗത്തിലെ ദൈവം ഇവിടെയാക്കണമേ. ലോകരാജ്യങ്ങൾക്ക് സമാധാനം കൊടുക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തോത്രം. പ്രതിയാൽ കർത്താവേ, സ്തോത്രം. ഇന്ത്യക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു kർത്താവേ. ഇന്ത്യയിലും ദൈവമേ സ്തോത്രം, അനേക കർത്താവ് സ്റ്റേറ്റുകളിൽ പലവിധ പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. സമാധാനമില്ലാതിന്റെ കുഞ്ഞുങ്ങൾ പല സ്റ്റേറ്റുകളിലായിരിക്കുന്നു. അവരൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തോത്രം. അവിടെ ദൈവത്തിന്റെ സമാധാനം അയക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തോത്രം. ഈ കാലങ്ങളിൽ കർത്താവ് ദൈവ കുഞ്ഞുങ്ങൾക്ക് കർത്താവ് ഒരു സ്വസ്ഥത ദൈവം കൊടുക്കുമാറാകണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയം ഒന്നും കൊണ്ടും ക്ഷീണിച്ചു പോകാൻ ദൈവം ഇവിടെയാക്കരുത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കാലിയ ലോകരാജ്യങ്ങളുടെ സമാധാനത്തിനായിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ കർത്താവ് പ്രാർത്ഥിക്കുന്നു. വചനം എത്തിയിട്ടില്ലാത്ത ദേശത്ത് ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ കർത്താവ് വചനം എത്തുവാൻ തൊക്കണം. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തെ കാണുവാൻ തൊക്കണം ചിലരെങ്കിലും. ഹല്ലേലൂയ. ദൈവമേ, ദൈവത്തിന്റെ സന്നിധിയിൽ കാണുവാൻ തൊക്കണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടവനാട് സ്തോത്രം. യേശു ക്രിസ്തുനാഥിൽ അപേക്ഷിക്കുന്ന കുറുകുകൾക്കുമാറാകണമേ. ആമേൻ. പ്രാർത്ഥന കേട്ട രാജ്യങ്ങൾക്ക് ലോകരാജ്യങ്ങളിൽ ദൈവം സ്വസ്ഥത അയക്കുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു വിഷയം കൂടെ വേഗത്തിൽ പ്രാർത്ഥിക്കാം. കേരളത്തില് കാലവർഷം ശക്തമായി കൊണ്ടിരിക്കുന്ന പലയിടങ്ങളിലും വെള്ളപ്പൊക്ക കെടുതികൾ, വെള്ളക്കെട്ടുകളിൽ വീണ് മരണങ്ങൾ സംഭവിക്കുന്നു. ആക്സിഡന്റുകൾ ദിനം പ്രതി പെരുകുന്നു. മുല്ലപ്പെരിയാർ ഡാമിന്റെ ശോചനീയകരമായ അവസ്ഥ നിമിത്തം എന്തും സംഭവിക്കാമെന്നൊരു സമയത്തിലേക്ക് പോകുന്നു. ഇന്നലെയും വാർത്തയിൽ പറയുവാനിടയായത് എന്താ പറയുന്ന ഇപ്പോൾ ഉള്ളൊരു മഴയുണ്ടല്ലോ, പെട്ടെന്ന് തടുത്തുകൂട്ടി വെച്ച് പെയ്യുന്നൊരു മഴ. അങ്ങനൊരു മഴ ഇനിയും മുല്ലപ്പെരിയാറിൻ്റെ ഏരിയയിലൊക്കെ പെയ്താലുള്ള അവസ്ഥ എന്താണെന്ന് പോലും ചിന്തിക്കാൻ കഴിയുന്നില്ല. ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സഭ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ അങ്ങനൊരു ദുരന്തത്തിന് കേരളത്തിൽ സാക്ഷ്യം വഹിക്കുവാൻ ദൈവം ഇടവരുത്താതിരിക്കട്ടെ. പിന്നെ അപ്പൻ്റെ തിരുവുള്ള നിറവേറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കാലാവസ്ഥയെ വഹിച്ചുകൊണ്ട് വേഗത്തിൽ ചുരുക്കം വാക്കിൽ ഒരാൾക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രകൃതിയുടെ മേൽ അധികാരം എന്റെ കർത്താവിനുണ്ടല്ലോ. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്യരുതേ എന്ന് പറഞ്ഞ് പെയ്തില്ല. പെയ്യുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു, പെയ്തു. കർത്താവേ, സ്തോത്രം. പ്രകൃതിയുടെ മേലെ കർത്താവ് പ്രവർത്തിക്കണമേ. കർത്താവ് ഏലിയാവിന്റെ ദൈവമാണ്. യോശുവ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവേ, സ്തോത്രം, സൂര്യനും ചന്ദ്രനും ആയോട് താഴ്വരയിലും ഗിബെയോനിൽ നിൽക്കുവാൻ അധികാരം കൊടുത്തെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് സഭയായി പ്രാർത്ഥിക്കുന്നു. പ്രകൃതിയുടെ മേലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ. എല്ലാം ദൈവമേ അങ്ങാണല്ലോ സൃഷ്ടിച്ചത്. അങ്ങേതെല്ലാം വ്യവസ്ഥ പ്രകാരം തന്നെയാണ് സൃഷ്ടിച്ചെങ്കിലും മനുഷ്യന്റെ ദോഷം വരാതെ വണ്ണം കർത്താവെ ഞങ്ങളുടെ ദേശത്ത്, ഞങ്ങളുടെ രാജ്യത്ത്, ഞങ്ങളായിരിക്കുന്ന മണ്ഡലത്തിൽ കർത്താവെ അതിൻ്റെതായ ദോഷങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകുവാൻ അനുവദിക്കാതെ വണ്ണം ദൈവമേ ഞങ്ങളെ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രകൃതിയൊക്കെ അനുകൂലമാക്കി പ്രവർത്തിക്കണമേ, അനുകൂലമായി പ്രവർത്തിക്കണമേ കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മേഘസ്ഫോടനങ്ങളോ പോലെ മറ്റുള്ള യാതൊരു തലങ്ങളിലും അതിൻ്റെതായ ജലപ്രളയങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകുവാൻ അനുവദിക്കല്ലേ കർത്താവേ. 2018 സംഭവം ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. അങ്ങനെ ഒരു സംഭവ ദുരന്തം ഞങ്ങളെ കേരളത്തിൽ ഉണ്ടാകുവാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവരെയും ദൈവം സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ വരവേറ്റ് വാസനമായിരിക്കുന്നല്ലോ. ഞങ്ങൾ ഒരുക്കപ്പെടട്ടെ, ഉണരട്ടെ കർത്താവേ. ഇനിയും അനേകർ കർത്താവിന്റെ എങ്കിലേക്ക് ചേർക്കപ്പെട്ടവരുണ്ടല്ലോ കർത്താവേ. അവർ ക്രിസ്തുവിലേശുവേ അങ്ങ് അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവെ തെരഞ്ഞെടുക്കപ്പെടേണ്ടതുണ്ടല്ലോ കർത്താവെ. അതിനാൽ ഞങ്ങൾ കർത്താവിനെ കരങ്ങളേൽപ്പിക്കുന്നു. പ്രകൃതിയെ ഞങ്ങൾ കർത്താവിനെ കരങ്ങളേൽപ്പിക്കുന്നു. കർത്താവ് അത് നിയന്ത്രിക്കുകയും അത് കർത്താവിന് സമാധാനം നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എവർക്കായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കാൻ സഹായിക്കും, ശുദ്ധീകരിക്കും. ഈ പ്രാർത്ഥന ഇപ്പോൾ പറഞ്ഞ വിഷയത്തെ അങ്ങയുടെ കരങ്ങളിൽ കൊണ്ട് ഒരു കാഴ്ച കൊണ്ട് സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കുന്ന പ്രവൃത്തി വെളിപ്പെടും, സമാധാനം നൽകും, ശക്തീകരിക്കും. ദൈവം ഞങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു. നന്മകൾ അറിയിക്കണം. പ്രാർത്ഥന യാതന ഘടനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയപേക്ഷിക്കുന്നു. തോന്നി കേൾക്കുമാറാകണം പിതാവേ. ആമേൻ. ആമേൻ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ട് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയെ ദൈവം നിയന്ത്രിക്കുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. താന്റെ ദാസം ബാബുപാസ്റ്റേയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനി ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാനുണ്ടെങ്കിൽ ചുരുക്കമായിട്ട് പറയാമേ, നമ്മുടെ സമയം വേഗത്തിൽ തീരുന്നു. നമ്മുടെ ജൂനാഗറിന് ദൈവനിധിക്കുകയാണെങ്കിൽ നാളെ ഓപ്പറേഷൻ നടക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഹോസ്പിറ്റലിന്റെ സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പ്രിയദർശസ് ഇന്നലെ അവിടെ എത്തിയിട്ടുണ്ട്. പ്രിയ ജൂനാഗർ ഇത്രയും അപകടമുണ്ടായിട്ട് ഇത്രയും ദിവസമായിട്ട് ഈ ഓപ്പറേഷൻ നടന്നില്ല. മരുന്നുകളൊക്കെ കഴിച്ച് വേദന സംഹാരികളൊക്കെ കഴിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഓപ്പറേഷൻ പെട്ടെന്ന് തന്നെ ദൈവഹിതമെങ്കിൽ ഓപ്പറേഷൻ വേഗത്തിൽ നടക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി എല്ലാവരും അന്വേഷണം അറിയിച്ചിട്ടുണ്ട്. ആമേൻ. സ്തോത്രം. ഇനി ആർക്കെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ പറയാമേ. പ്രൈസ് ലോർഡ് സിസ്റ്റർ, എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. ഒരു ആത്മീയനാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കാലിൻ്റെ ബന്ധനത്തെ അഴിച്ചു മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന വിഷയം. മനു തോമസിന് വേണ്ടി പ്രാർത്ഥിക്കണം. മോന്റെ വെക്കേഷൻ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ദൈവസഭയ്ക്കൊക്കെ ഒരു അനുഗ്രഹമായി തീരുവാനും, എന്റെ സഹോദരിയുടെ മകൾ KCMക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുഞ്ഞ് BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസ് എല്ലാം ഉണ്ട്. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് അതും B2 എല്ലാം കിട്ടി. എന്നിട്ടും പേപ്പർ വർക്കുകളൊക്കെയും താമസിക്കുന്നു. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അവർ ഈ കൃപയിൽ കടന്നു വരുവാനുമായിട്ട് പ്രാർത്ഥിക്കണം. മോളുടെ പേര് ഒന്നുകൂടെ പറഞ്ഞേ. കെസിയ. ഓക്കെ, പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. എത്രത്തോളം സമയം കർത്താവേ അങ്ങയുടെ പാദപീഠത്തെങ്കിലായിരിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ. പ്രാർത്ഥന വിഷയങ്ങളൊക്കെ ആത്മാർത്ഥതയോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് എൻ്റെ അഭിഷിക്തദാസന്മാർക്കായി കർത്താവേ, ഞങ്ങളുടെ സഹോദരിമാർക്കായി സ്തോത്രം. എല്ലാവരെയും സ്വർഗ്ഗം ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. പറയപ്പെട്ട വിഷയങ്ങളെല്ലാം അപ്പോൾ ശ്രദ്ധ വെച്ച് കേട്ട് മറുപടി അയക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ജോനാർ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരാഴ്ചയിലേറെ ആകുന്ന കർത്താവേ, നിന്റെ ദാസം വീണ അപകടം സംഭവിച്ചിട്ട് ഇതുവരെ ഒരു ഓപ്പറേഷൻ ചെയ്യുവാൻ ആശുപത്രി അധികൃതരെ കർത്താവേ അവരത് കഴിഞ്ഞില്ലല്ലോ. പിന്നെ എൻ്റെ ദൈവം സൗഖ്യമാക്കണമേ. പൂർണ്ണമായൊരു വിടുതൽ കൊടുക്കണം. ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ വേഗത്തിൽ നാളെ തന്നെ ആ ശസ്ത്രക്രിയ നടക്കുവാൻ ഇടയാക്കണം. അല്ല എങ്കിൽ കർത്താവ് ഒരു ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്തുവാൻ ഞങ്ങളുടെ സ്വർഗത്തിലെ അപ്പച്ചന് കഴിയും. അങ്ങയുടെ തിരുഹിതത്തിനായി ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഓപ്പറേഷൻ കൂടാതെ ഒരു വിടുതൽ എൻ്റെ പിതാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ഒരു വിടുതൽ അവിടെയും സംഭവിക്കട്ടെ അപ്പാ. ആമേൻ. അല്ല ഓപ്പറേഷൻ ആണെങ്കിൽ അതിന് ഇനിയും വഹിക്കുവാൻ ദൈവം അനുവദിക്കില്ലേ. ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ജോന കർത്താവേ, പ്രിയത സിസ്റ്റർ അവിടെ ആയിരിക്കുന്നല്ലോ. കൃപയുടെ മറവിലൂടെ മറയ്ക്കണമേ. കുഞ്ഞുങ്ങളായിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരെയും കർത്താവ് സൂക്ഷിക്കേണ്ടതിനായി സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ മേരി മാത്യു ആൻറ്റി പറഞ്ഞ വിഷയത്തിനായി ശ്രദ്ധിക്കുന്ന അനേക നാളുകളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങയുടെ മാനസാന്തരത്തിന് വേണ്ടി ഒരു മടങ്ങി വരവരതാസ്ഥാനം ആമേൻ യേശുവിനെ രക്ഷകനായി ഒന്ന് സ്വീകരിക്കുവാൻ ഒരു മനസ്സാ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങൾക്കും പ്രിയപ്പെട്ടവനും കൊടുക്കണമേ. കാലിന്മേൽ ദൈവത്തിന്റെ കരം തൊട്ട് സൗഖ്യമാക്കണമേ. പൂർണ്ണ വിടുതൽ കൊടുക്കേണ്ടതിനായി സ്തോത്രം. എന്ന് തോമസിന് സ്തോത്രം. അവന്റെ വെക്കേഷൻ എല്ലാം അനുഗ്രഹമായി തീരണം. നാട്ടിലായിരിക്കുന്ന സമയത്ത് ആമേൻ. സ്തോത്രം സ്തോത്രം. ദൈവസഭയ്ക്ക് അനുഗ്രഹമായി മാതാപിതാക്കൾക്ക് ആശ്വാസമായി തീരുവാനിടയാക്കണം. KCMകളുടെ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കണം. അവളുടെ കാര്യത്തിന്മേൽ വേഗത്തിൽ ഒരു പ്രതിക്രിയ. ഇന്ന് രാവിലെ ഞങ്ങൾ വായിച്ചതുപോലെ ദൈവം ഒരാപകത്തിനോട് നിലവിളിക്കുന്ന നിവൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ള ദൈവമാകിയാൽ വേഗത്തിൽ KCMയുടെ വിഷയത്തിന്മേൽ സ്വർഗം പ്രതിക്രിയ ചെയ്യുവാൻ പോകുന്നതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം.
എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കുടുംബത്തിലെ പ്രിയപ്പെട്ടവരൊക്കെ വിശ്വാസത്തെ കടന്നു വരട്ടെ. ഞങ്ങളുടെ കർത്താവെ, ബൈജു ബ്രദറിന് ദൈവം കൊടുക്കുന്ന ആശ്വാസത്തിനായി, സൗഖ്യത്തിനായി പൂർണ്ണ വിടുതല കൊടുത്ത് പ്രിയ പൈതലിനെ ദൈവം നടത്തണം. എത്രയും പെട്ടെന്ന് അവന് ജോലി സ്ഥലത്ത് മടങ്ങേണ്ടതുണ്ട്. അപ്പൻ്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുണ്ട് എല്ലാ രോഗികളെയും ഏൽപ്പിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്നുണ്ട്. തലമുറകളുടെ ഭാവി, അവരുടെ കുടുംബജീവിതം, അവരുടെ ജോലിയെല്ലാം ക്രിസ്തുവിൽ ധന്യമാകട്ടെ. കർത്താവെ, ഇളവിളെയും കുടുംബമായി ഏൽപ്പിക്കുന്ന ദാനമായി തന്നെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന അച്ഛൻ ശാരീരികമായി സൗഖ്യമില്ലാതായിരിക്കുന്ന പൂർണ്ണ വിടുതൽ കർത്താവ് കൽപ്പിക്കേണ്ടതിനായി സ്തോത്രം. ദൈവം ഞങ്ങളെ ഒരു മിഷനും ഗ്രഹിക്കും, മഹത്വമെല്ലാം കർത്താവ് എടുക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എനിക്ക് ഇപ്രകാരം സമയം അനുവദിച്ചു തന്ന കർത്താവിനോടുള്ള നന്ദിയെ സ്നേഹത്തെ അറിയിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച അഭിഷിക്തദാസന്മാരോടും പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കും. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ജെനിസിസ് പ്രയർ ലീഡ് ചെയ്യുവാനായിട്ട് കർത്താവ് സഹായിച്ചല്ലോ. തുടർന്നും നമുക്ക് ഈ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഒത്തിരി പേര് രോഗികളായിട്ടുണ്ട്. ആ രോഗികളുടെ പേര് പറഞ്ഞില്ല, പലരുടെ പേര് പറഞ്ഞില്ല, എന്നാലും അവർ ഓർത്ത് നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. പിന്നെ അതുപോലെ ഒരു പ്രത്യേകിച്ച് ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അനേക കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ ഈ അമേരിക്കയിലും കാനഡയിലും യു കെയിലും ഓസ്ട്രേലിയയിലും ഒക്കെയും അദ്ദേഹം ഒത്തിരി പൈസ ലോൺ എടുത്ത് പോയിട്ട് പഠിക്കാനായിട്ട് പോയിട്ട് അവർക്ക് അവിടെ പഠിത്തം കണ്ടിന്യൂ ചെയ്യാൻ കഴിയാതെയും പഠിച്ചു കഴിഞ്ഞിട്ട് PR കിട്ടാതെയും ജോലി കിട്ടാതെയും ഒത്തിരി മാതാപിതാക്കളും കുഞ്ഞുങ്ങളും കഷ്ടപ്പെടുന്ന ആ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ്. ഞാൻ അമേരിക്കയിലായതല്ല പറഞ്ഞ ഒത്തിരി കുഞ്ഞുങ്ങളുടെ അനുഭവങ്ങൾ പറയുന്നത് കേൾക്കുമ്പം ഒത്തിരി ഭാരം തോന്നിട്ട് നമ്മുടെ മാതാപിതാക്കൾ വസ്തുവൊക്കെ ലോൺ വെച്ച് ആ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു വിട്ട് അവരെ ഓർത്ത് നമ്മൾ തുടർന്ന് നമ്മുടെ പ്രാർത്ഥന ഇത് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. കാരണം അവരുടെയൊക്കെ ആശ്വാസവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലായിത്തീരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അല്പസമയത്ത് ഒരു വാക്യം വായിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാൻ രാവിലെ സംഭാഷണം പറഞ്ഞ ഒരു കാര്യം ഞാൻ പ്രസംഗിക്കണമെന്ന് ഞാൻ ജോലി കഴിഞ്ഞ് വന്നേ ഉള്ളൂ. എന്നാൽ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ കൊടുക്കാൻ 121 സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം ഞാനിന്ന് വായിക്കാൻ പോവാം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടുന്ന് വരുന്നു. ഒരു തീരുമാനമെടുക്കുക, ഒരു തീരുമാനത്തോടെ പറയുന്ന ഒരു ഭക്തന്റെ വാക്കാവും ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ഈ സങ്കീർത്തനത്തിലെ ഈ വാക്യമാണെങ്കിലും ഇത് ആരോഹണ സങ്കീർത്തനം ഇതൊക്കെ പല സങ്കീർത്തനത്തിൻ്റെ ആ ഹെഡിങ്ങിൽ എഴുതിയിട്ടുണ്ടെങ്കിലും എഴുതിയിരിക്കുന്ന ആരോഹണ സങ്കീർത്തന ഇസ്രായേൽ ജനം അവരുടെ പാരമ്പര്യം മനസ്സിൽ ഒരു ബാബിലോൺ പ്രവാസത്തിൽ മടങ്ങി പോകുമ്പം പർവ്വതത്തിൽ നിന്ന് വല്ല സഹായം വരുമെന്ന് അവർ ഓർത്ത് ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി അന്നേരം അവർ പർവ്വതങ്ങളിലേക്ക് നോക്കി അവരുടെ സഹായം വരുമെന്നാൽ ഭക്തരായ നമുക്ക് എവിടുന്ന് ആ സഹായം വരുന്നത്? ദൈവത്തെ സേവിക്കാൻ അറിയത്തിരിച്ച നമ്മളായ സഹോദരങ്ങൾക്ക് എവിടുന്ന് ആ സഹായം വരുന്നതെന്ന് ഈ സമയം നമുക്ക് അല്പമായിട്ടൊന്ന് ചിന്തിക്കാം. ഈ വാക്യത്തെ പറ്റി പത്തനാപുരത്തെ ബാബുച്ചായൻ പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഇപ്പം എൻ്റെ മനസ്സിലുണ്ട്. പുള്ളിക്കാരൻ പറയുന്നത് ഈ സങ്കീർത്തനം 7 ദിവസവും ആദ്യത്തെ ഒരു വാക്യം 3 പ്രാവശ്യം പറഞ്ഞു, ബാക്കി 7, 6, 8 വാക്യങ്ങളും ഓരോ ദിവസവും പറയണമെന്നോ അങ്ങനെ പറഞ്ഞു. എനിക്കറിയാവുന്ന ഒരു പിതാവുണ്ടായിരുന്നു, പ്രായമുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. എൻ്റെ കൊച്ചിലെയൊക്കെ അറിയാവുന്ന ഒരു മനുഷ്യനായിരുന്നു. പുള്ളിക്കാരൻ പറയുന്നു ഒരു ദിവസം പോലും ഒരു ഭക്തൻ ചൊല്ലേണ്ട ഒരു വാക്യമാണ് ഞാൻ എൻ്റെ പർവ്വതങ്ങളിലേക്ക് ഉയർന്നു, എൻ്റെ സഹായം എവിടുന്ന് വരുന്നു. എല്ലാം ഒരു ഭക്തന്റെ ഉറപ്പുള്ള ധൈര്യത്തോടെ നമുക്ക് ആശ്രയിപ്പാൻ ഒരു സഹായം ഇവിടെ ഉണ്ടെന്ന് ഒരു ഭക്തന് ദൃഢനിശ്ചയമുണ്ട്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ കണ്ണുയർത്തി നമുക്ക് നോക്കി അഭയം പ്രാപിപ്പാൻ നമുക്ക് അതിനുള്ളൊരു ദൃഢനിശ്ചയമുള്ള ഒരു സ്ഥലം നമ്മുടെ യഹോവ. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ പറയാം ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. പർവ്വതങ്ങളിലേക്ക് ഉയർത്തിയ അനുഭവങ്ങളൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അബ്രഹാമിയോ ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഓർത്തില്ലേ, അപ്പം വിറകുണ്ട്, തീയുണ്ട്, യാഗത്തിലുള്ള മൃഗമുണ്ട്. ഉടനെ കർത്താവ് അവിടെ അബ്രഹാം ഇസ്ഹാക്കിനോട് പറയുന്നുണ്ട് യഹോവ കരുതിക്കൊള്ളും. പർവ്വതത്തിൽ ദൈവം കരുതിയില്ല. ഇസ്ഹാക്കിനെ യാഗം ചെയ്തെന്ന് അബ്രഹാം ലേഖനത്തിൽ പറയുന്നു, യാഗം ചെയ്തെന്ന. എന്നാൽ നമുക്കറിയാം അത് യാഗമായി തന്നെ അർപ്പിച്ചു. ദൈവമക്കളെ ഈ രാവിലെ നമ്മൾ കൂടി വന്ന് 294 ദിവസം രാവിലെ നമ്മൾ താല്പര്യത്തോടെ ദൈവ കണ്ണുകളിലേക്ക് നോക്കാൻ നമുക്ക് സഹായിച്ച വഴികൾ എത്ര വലുതാണ്. നമ്മൾ ഒരു യോഗ്യതയുമില്ല. ഇന്നിപ്പോൾ രാവിലെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു പാസ്റ്ററിന് 36 വയസ്സുള്ളൂ, കാൻസറായിട്ട് മാവേലിക്കര മരിച്ചുപോയി. ഇന്ന് ശവടക്ക. നമ്മളെയൊക്കെ കർത്താവ് എത്രമാത്രം പരിപാലിക്കും. നമ്മൾ വിശ്വസ്തയോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാം. നമ്മുടെ ക്വാളിഫിക്കേഷനോ നമ്മുടെ ക്വാളിറ്റി കൊണ്ടോ നമ്മുടെ ശ്രേഷ്ഠ കൊണ്ടോ നല്ല കർത്താവ് നമ്മൾ പരിപാലിച്ച് വാസ്തവമായിട്ട് നമ്മുടെ ഹൃദയം നമ്മുടെ കണ്ണുകളെ സ്വർഗത്തിലേക്ക് നോക്കി എൻ്റെ സഹായ ആകാശത്തെയും ഭൂമി ഉണ്ടാക്കി എഴുതി വരുന്നു എന്ന്
എവിടെ നിന്ന് വരുന്നെന്ന് ഒരു ഉറപ്പ് പ്രാപിക്കാം. ഈ ലോകത്തുള്ള എല്ലാം നശ്വരം, ഇതെല്ലാം മാറ്റിപ്പോവും, ഇന്നെല്ലാം മാറിപ്പോവും. എന്നാൽ നമുക്ക് ഉറപ്പുണ്ട്. നമ്മുടെ പ്രത്യാശയ്ക്ക് ഒരു ഉറപ്പ് വരണം. നമ്മൾ പ്രത്യാശയുള്ളവരെ ഓരോ ദിവസവും ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ ഭക്തന്റെ വാക്കാണ്, ഞാൻ എൻ്റെ കണ്ണുപർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം ഇവിടുന്ന് വരും. ധൈര്യത്തോടെ നമുക്ക് ഈ പൽക്കാലം പറയാൻ കഴിയുമോ? ഭക്തനായ നമുക്ക് പറയാൻ നോക്കുമോ? എൻ്റെ സഹായം എവിടെ നിന്ന് വരുന്നു? നമുക്കൊരു ഉറപ്പുണ്ടോ? നമ്മൾ പല സഹായത്തിനും പലരെ ആശ്രയിക്കുന്ന ആൾക്കാരല്ലേ? വാസ്തവമായിട്ട് നമുക്ക് പറയാൻ കഴിയുമോ എവിടുന്ന് നമ്മുടെ സഹായം നമ്മുടെ കർത്താവിങ്കിലും? വാസ്തവമായിട്ട് നെഞ്ചെടു കൈ വെച്ചുകൊണ്ട് എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കി ഹോയിൽ വരുന്നു. നമുക്ക് ഈ രാവിലെ ഒന്ന് നമ്മൾ തന്നെ പുനഃപരിശോധിക്കാം. അതുപോലെ തന്നെ അതുപോലെ തന്നെ മൂറിയാമലയിൽ വെച്ച് അനുഭവിച്ച അബ്രഹാമിന്റെ വിടുതൽ നമ്മൾ കണ്ടല്ലോ. യേശുവിനെ പരീക്ഷിക്കാനായിട്ട് മലയിൽ കൊണ്ടുപോയി. അത് നമ്മൾ പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്, സർവ്വലോകം കാണിച്ച ശേഷം പറയുന്നുണ്ട്, ഈ മലയിൽ വെച്ച് പറയുന്നുണ്ട്, താഴോട്ടെടുത്തിയാണെങ്കിൽ സർവ്വലോകവും നിനക്ക് നേടാം. എന്നാല് ദൈവം പറയുന്നുണ്ട്, ഈ മലയിലല്ല, ഈ താഴെ കാണുന്ന ഇതിലൊന്നുമല്ല എൻ്റെ ആശ്രയം, എൻ്റെ സഹായം എൻ്റെ ദൈവത്തിൽ നിന്ന്, എൻ്റെ പിതാവിൽ നിന്ന്. വാസ്തവമായിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ശോധന ചെയ്യാം. പിന്നെ അവർ ഒലിമലയിൽ പോയി, അവരെല്ലാം കൂടെ പാട്ടുപാടി സ്തോത്രം ചെയ്തു. അപ്പോൾ സ്വർഗത്തിലേക്ക് പോയ ഒരു ദൈവം നമുക്കുണ്ട്. ഒലിമലയുടെ അനുഭവം ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ. ആ ഒരു പ്രത്യാശ നമുക്ക് വർദ്ധിച്ചു വരട്ടെ. മരുഭൂമിയിൽ അവർക്ക് മേശ ഒരുക്കിയതും മോശ ആ മലയിൽ പർവ്വതത്തിൽ കയറി അവർക്ക് ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവന്നു. ആ ന്യായപ്രമാണം അവരിൽ എഴുതി കൊടുത്ത പുസ്തകമായിട്ട് മലയിൽ മോശ ദൈവമായിട്ട് സമ്പാദിച്ചെന്നൊക്കെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പഠിക്കുന്നുണ്ട്. ഈ പൽക്കാലം നമുക്ക് തന്നെ ഒന്ന് പുനഃപരിശോധിക്കാം. നമ്മുടെ സഹായം എടുത്തു വരും. മാനുഷിക സഹായങ്ങളാണോ നമ്മുടെ സഹായങ്ങൾ? അല്ല, ദൈവത്തിൽ നിന്നുള്ള സഹായം. ആ സഹായം നമുക്കാകുന്നതിന് വേണ്ടി നമ്മളെ പ്രകാരമായി തീരണമെന്നും കർത്താവിൻ്റെ ദൈവവചനത്തിൽ പറയുന്നുണ്ട്. അതും പ്രകാരം അനുസരിച്ച് ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നല്ലൊരു പൽക്കാലം ജീവിതത്തിൽ തന്നല്ലോ. ദൈവത്തിന്റെ വിശ്വസ്തമല്ലോ. അനേക വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചു. ദൈവത്തിന് മറുപടി. നമ്മുടെ സഹായം ആകാശത്തെ ഈ ഭൂമി ഉണ്ടാക്കുക യഹോവയിൽ വരുന്നു. ഈ പൽക്കാലം, ഈ രാവിലെ ദൈവമുഖത്തേക്ക് നമുക്ക് വാസ്തവമായിട്ട് നമുക്കൊന്ന് ചിന്ത നോക്കാം. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നമ്മൾ പല പ്രവൃത്തികളും തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ കർത്താവിന്റെ കൺമുഖത്തേക്ക് നോക്കി നമ്മുടെ പ്രവൃത്തികൾ തുടങ്ങുവാൻ, പൽക്കാല ജീവിതം തുടങ്ങുവാൻ, എല്ലാത്തിനും ദൈവീയ സഹായം ആശ്രയിച്ചുകൊണ്ട് ദൈവകൃപയിൽ ശരണപ്പെട്ട് വിശ്വസ്തയോടെ ജീവിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. അതിനുവേണ്ടി ദൈവം കുറവ് ചെയ്യട്ടെ. പ്രാർത്ഥനാ ധ്വനിയായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം സഹായിക്കട്ടെ. നമ്മുടെ വെർച്വൽ കൺവെൻഷന് വേണ്ടി വലിയൊരു വിടുതലായി തീരുന്നതിന് വേണ്ടി, അത് കേൾക്കുന്നവർ അനേകം പേര് ദൈവത്തെ കണ്ടുമുട്ടുന്നതിന് ഇടയായിത്തീരാൻ വേണ്ടി. അതുപോലെ ഈ ദിവസങ്ങളിൽ ഇനി കൺവെൻഷന്റെ സീസണുകളാണ്. കൺവെൻഷൻ സീസണുകളിലൊക്കെ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നമ്മുടെ കണ്ണ് സ്വർഗത്തിലേക്ക് നമുക്ക് നോക്കി പറയാം, കർത്താവേ ഞങ്ങളുടെ കൺവെൻഷനുകളും ഞങ്ങളുടെ വെർച്വൽ കൺവെൻഷൻ ഒക്കെ വെറുതെ ആയിട്ടല്ല, അത് കർത്താവേ ദൈവപ്രവൃത്തി ദേശത്തും ദൈവനാമത്തിന് മഹത്വത്തിനായി തീരുവാൻ സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് സമർപ്പണത്തോടെ ഈ പൽക്കാലമായി തീരാം. ഇതെല്ലാം ഈ വചനങ്ങളെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. തുടർന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിന് തലവണക്കാം. പ്രാർത്ഥിച്ച ആശീർവാദം പറയാനായിട്ട് ബെൻസും ഭാഷനായ ക്ഷണിച്ചു കൊള്ളുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മുടെ മീറ്റിംഗ് നേതൃത്വം നൽകുവാൻ പ്രിയ കർത്താവ് ബലപ്പെടുത്തുകൊണ്ടായി കർത്താവിനും അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ഞാൻ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. സഹായം വരുന്ന കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ദൈവം ഒരിക്കൽ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ 3 ദിവസം അവിടെ സൂററ്റിലെ ക്യാമ്പ് നടക്കുകയായിരുന്നു. വളരെ അനുഗ്രഹമായിരുന്നു. അനേക കുഞ്ഞുങ്ങൾ കർത്താവിന്റെ സന്നിധാനത്തിലേക്ക് കടന്നു വരുവാനും അനേക തീരുമാനങ്ങൾ എടുക്കുവാനും ഒക്കെ ആ ക്യാമ്പ് സഹായമായി തീർന്നു. അതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കാലഘട്ടത്തിലും ദൈവം വലിയ ചെയ്യട്ടെ. ഗാനങ്ങൾ ആലപിച്ച പ്രിയ മനുമോനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ശക്തമായ പ്രിയ കുഞ്ഞിനെ ദൈവം മാനിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ജനശ്രയം കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രാർത്ഥന സഹാരികളെയും ദൈവം വീണ്ടും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഡൽഹിയിൽ നിന്ന് പ്രിയ സഹിച്ച പ്രാർത്ഥിച്ച് ആസ്വാദത്തോടെ ഈ സെഷൻ അവസാനിക്കുന്നതായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം.
മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പ്രഭാത സമയത്തിനായി ഞങ്ങൾ അങ്ങേ വീണ്ടും നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് രാവിലെയും പ്രഭാതത്തിലും ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്റെ അടുക്കൽ കടന്നു വരുവാനും വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നൽകി തന്ന നല്ല സന്ദർഭത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ, ഹാലേലിയ മനോഹരമായ ഗീതങ്ങൾ പാടുന്ന അതിന്റെ സഹോദരനെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് കുടുംബമായി അനുഗ്രഹിക്കുമാറാണമേ. ജൈന സിസ്റ്റർക്ക് ഇന്നത്തെ മീറ്റിൽ ലീഡ് ചെയ്യുന്ന അവിടുന്ന് കൃപ പകർന്നു വല്ലു. അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. കർത്താവെ, പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേലെല്ലാം നിന്റെ കരം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ ആത്മാവിൽ അറിയുകയാണ്. ഹാലേലുയ. ഹാലേലിയ. രോഗികളെ സൗഖ്യമാക്കുമാറാണമേ. പൈതങ്ങൾക്ക് വേണ്ടി കരുതുമാറാണമേ. വാർത്തകളിലായിരിക്കുന്ന മാതാപിതാക്കളെ സൂക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവെ, ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളുടെ സഹായം എവിടെ നിന്ന് വരും? ഹാലേലിയ. ആകാശം ഭൂമിയും ഉണ്ടാകിയ യഹോവയിൽ നിന്നല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു സഹായകനുമില്ല. കർത്താവെ, ഞങ്ങളുടെ ദൃഷ്ടികൾ ഞങ്ങൾ നിങ്ങളിലേക്ക് ഉയർത്തുകയാണ്. ചുറ്റുപാടുകൾ അനേക പർവ്വതങ്ങളുണ്ട്, രോഗങ്ങളുടെ പർവ്വതങ്ങൾ, ഹാലേലിയ, സാമ്പത്തിക ഞെരുക്കങ്ങളുടെ പർവ്വതങ്ങൾ, വിവിധ വിഷയങ്ങളുണ്ട്. കർത്താവ്, അവിടെ നിന്നൊന്നും സഹായമില്ല. ഞങ്ങൾക്കുള്ള സഹായം അങ്ങയുടെ പക്കൽ നിന്നായിരിക്കാൻ ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ഞങ്ങളോട് കരുണ തോന്നുമാറാകണമേ. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുമാറാകണമേ. ഹാലിൽ ഇന്നത്തെ മീറ്റിൽ ലീഡ് ചെയ്തവനും സംസാരിച്ച അങ്ങയുടെ വൃത്തനെ തോമസ് അങ്കിളിനെ അവിടുന്ന് സഹായിക്കണം. കർത്താവെ, ഹാലിൽ അമേരിക്കയിലായിരിക്കുമ്പോൾ ഹാലിൽ ദൈവിക കൃപകളാൽ നിറയ്ക്കുമാറാകണമേ. തലമുറകളെ കണ്ട്, കൊച്ചുമക്കളെ കണ്ട് എല്ലാം സന്തോഷിപ്പാൻ അവിടുന്ന് കൃപ കൊടുത്തതിനായി നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഇത്രത്തോളം സഹായിച്ചുവല്ലോ. നടക്കാൻ പോകുന്ന കൺവെൻഷനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. പ്രാർത്ഥനയുടെ കൺവെൻഷൻ വരുന്ന ആഴ്ചക്കാലം നടക്കുമ്പോൾ കർത്താവിന്റെ നെറ്റ്വർക്ക് പ്രോബ്ലംസ് ഒന്നും കൂടാതെ ഹാലിൽ ലോകവ്യാപകമായി അനേകർക്ക് പങ്കെടുക്കുവാനുള്ള ഒരു വേദിയാക്കി സ്വർഗം തീർക്കുമാറാകണമേ. ദൈവവൃത്തന്മാരെ ഹാലിലെ സ്വർഗം സൗഖ്യത്തോടുകൂടെ സൂക്ഷിക്കണമേ. ആരും രോഗത്തിലെ ബുദ്ധിമുട്ടിലൊന്നും ആയിത്തീരാതെ വണ്ണം പരിപാലിച്ചു കൊള്ളുമാറാകണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ടെക്നിക്കൽ സൈഡും ക്ലിയർ ആകുവാൻ തക്കവണ്ണം നീ സഹായിക്കുമാറാകണമേ. ബെൻസ് മാസ്റ്റർ കുടുംബമായി അനുഗ്രഹിക്കണം. കർത്താവ്, ഇത്രത്തോളം നിന്റെ മക്കളെ ഗുജറാത്തിന്റെ പ്രദേശത്ത് സൂക്ഷിച്ചല്ലോ, നന്ദി പറയുന്നു. എല്ലാ നന്മകളും ഞങ്ങൾ അങ്ങേക്ക് ഓർത്ത് അങ്ങേക്ക് മഹത്വം കരയേറ്റുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും മേജാനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ച സാലഭിഷയത്തോടുകൂടെയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇത്രത്തോളം ചെയ്യുന്ന കാര്യം നമുക്ക് കരങ്ങൾ ഉയർത്തി മഹത്വപ്പെടുത്താം. ദൈവമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രാർത്ഥന സഹായികളും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കൺവെൻഷൻ അനുഗ്രഹത്തിന് വേണ്ടി ഇന്ന് രാത്രിയില് ഇന്ത്യൻ സമയം 8 മണി മുതൽ 1 മണിക്കൂർ പ്രാർത്ഥനയുണ്ട്. സമയം സാവകാശമുള്ളവരെല്ലാം പങ്കെടുക്കണമേ. തിങ്കളാഴ്ച മുതലാണല്ലോ നമ്മുടെ ഇന്ത്യൻ വാർഷിക കൺവെൻഷനും. എല്ലാവരും അതിന്റെ ലിങ്കൊക്കെ എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്യുക. മാക്സിമം പ്രിയപ്പെട്ടവരെ നമ്മുടെ കൺവെൻഷൻ സംബന്ധിപ്പിക്കുക. ആ കൺവെൻഷൻ വളരെ അനുഗ്രഹമായി തീരുവാനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവ് നമ്മെ എല്ലാവരെയും മാനിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.